അശോകൻ സാർ, ഞാൻ ഒരു കാര്യമാണ് ചോദിക്കാനുണ്ടായിരുന്നത്. ഇന്ത്യയിൽ ഒരു രൂപ പോലും ചെലവില്ലാതെ വലിയ ശസ്ത്രക്രിയകൾ നടത്തുന്ന ഒരു ആശുപത്രി ഉണ്ടോ? ഉണ്ട്, അതും ലോകം അത്ഭുതത്തോടെ നോക്കുന്ന ഒരു സ്ഥലം. ആന്ധ്രാപ്രദേശിലെ പുട്പർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ സത്യ സായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ മെഡിക്കൽ സയൻസസ്. സാർ, അത് കൃത്യമായി ഇന്ത്യയിൽ എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ ശ്രീ സത്യ സായി ജില്ലയിലാണ്. പുട്പർത്തി എന്ന നഗരത്തിൽ പ്രശാന്തി നിലയം എന്ന ആശ്രമത്തിനടുത്ത്. പൂർണ്ണ വിലാസം പറഞ്ഞാൽ ശ്രീ സത്യ സായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ മെഡിക്കൽ സയൻസസ്, പ്രശാന്തി ഗ്രാം, പുട്പർത്തി, ശ്രീ സത്യ സായി ജില്ല, ആന്ധ്രാപ്രദേശ്, ഇന്ത്യ. അവിടെ പോകാൻ എങ്ങനെ സാർ? ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയാണ് അടുത്ത വലിയ നഗരം. അനന്തപൂരിലേക്ക് ട്രെയിനിലോ ബസ്സിലോ എത്തിയാൽ അവിടെ നിന്ന് പുട്പർത്തിയിലേക്ക് നേരിട്ടുള്ള ബസ്സുകളുണ്ട്. ബംഗളൂരുവിൽ നിന്നും പുട്പർത്തിയിലേക്ക് ദിവസവും ബസ് സർവീസ് ഉണ്ട്. സ്വന്തം വാഹനത്തിൽ വന്നാൽ ബംഗളൂരു അനന്തപൂർ പുട്പർത്തി റോഡ് വഴി എളുപ്പമെത്താം. സാർ, അവിടെ എന്തെല്ലാം ചികിത്സകളാണ് സൗജന്യമായി കിട്ടുന്നത്? ഇവിടെ ലോകത്തിലെ ഏറ്റവും ചെലവേറിയ ശസ്ത്രക്രിയകൾ വരെ സൗജന്യമാണ്. ഹൃദയ ശസ്ത്രക്രിയ, ബൈപാസ് സർജറി, ഹൃദയവാൽവ് മാറ്റൽ, കുട്ടികളുടെയും മുതിർന്നവരുടെയും ഹൃദയരോഗ ചികിത്സ, തലച്ചോർ സംബന്ധമായ ന്യൂറോ സർജറി, കിഡ്നി സംബന്ധമായ ചികിത്സ, യൂറോളജി ശസ്ത്രക്രിയകൾ, എല്ലാം ഒരു രൂപ പോലും ചോദിക്കാതെ. സാർ, അവിടെ ഡോക്ടർമാർ ശമ്പളം വാങ്ങുന്നില്ലേ? ഡോക്ടർമാർ ഇവിടെ സേവനമാണ് ചെയ്യുന്നത്. ലോകത്തിലെ പ്രമുഖ ഹൃദയ ഡോക്ടർമാർ, വലിയ ആശുപത്രികളിൽ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവർ ഇവിടെ വന്ന് സൗജന്യമായി ശസ്ത്രക്രിയ നടത്തുന്നു. ഇതിന്റെ ചെലവ് എവിടെ നിന്നാണ് വരുന്നത്? ലോകമാകെയുള്ള ഭക്തരുടെ സ്വമേധയാ സംഭാവനകളാണ്. ഒരു രൂപ പോലും നിർബന്ധമില്ല. ചെറിയ സംഭാവനകൾ ചേർന്നാണ് ഈ വലിയ ആശുപത്രി നടക്കുന്നത്. സാർ, വിദ്യാഭ്യാസവും അവിടെ സൗജന്യമാണെന്ന് കേട്ടു. അത് സത്യസായി ബാബ സ്ഥാപിച്ച സ്കൂളുകളും കോളേജുകളും യൂണിവേഴ്സിറ്റിയും പൂർണ്ണമായും സൗജന്യമാണ്. എത്രാം ക്ലാസ് മുതൽ പഠിപ്പിക്കുന്നു? CBSE സിലബസിലാണ് പഠനം. അതിനുശേഷം സ്കൂൾ തലത്തിൽ പ്രൈമറി മുതൽ +2 വരെ പോസ്റ്റ് ഗ്രാജുവേഷൻ റിസർച്ച്. ശ്രീ സത്യ സായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ ലേണിംഗ് എന്ന യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി. എല്ലാം ഫീസ് ഇല്ലാതെ. ഹോസ്റ്റൽ, ഭക്ഷണം, പുസ്തകം. അതെ, വിദ്യാർത്ഥികളുടെ താമസം, ഭക്ഷണം, പുസ്തകങ്ങൾ എല്ലാം സൗജന്യം. എങ്ങനെയുള്ള കുട്ടികളെയാണ് അവിടെ പഠിപ്പിക്കുന്നത്? പണമുള്ളതോ ഇല്ലാത്തതോ അല്ല അവിടെ മാനദണ്ഡം. സ്വഭാവം, ശീലങ്ങൾ, അച്ചടക്കം, മനുഷ്യത്വം, ഇതൊക്കെയാണ് പ്രാധാന്യം. പ്രവേശനം കിട്ടിയാൽ പാവപ്പെട്ട കുട്ടിക്കും ഡോക്ടറും എഞ്ചിനീയറും ആകാൻ അവസരമുണ്ട്. സാർ, ഇതൊരു ആശുപത്രിയോ സ്കൂളോ മാത്രമല്ല അല്ലേ? അല്ല, ഇതൊരു സാമ്പത്തിക ചിന്തയാണ്. ലാഭമല്ല, മനുഷ്യനാണ് കേന്ദ്രം. പണമെല്ലാമല്ല, സേവനമാണ് സമ്പത്ത് എന്ന് ലോകത്തെ കാണിച്ച ഒരു മാതൃക. അതുകൊണ്ടാണ് ഭാരത പബ്ലിക് മീഡിയ ചാനലിൽ ഇത്തരം മാതൃകകൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇത് നമ്മുടെ സാമ്പത്തിക ചിന്ത മാറ്റും. ഈ വീഡിയോ നിങ്ങളെ ചിന്തിപ്പിച്ചെങ്കിൽ ഷെയർ ചെയ്യുക. ഭാരത പബ്ലിക് മീഡിയ ഫോളോ ചെയ്യുക. ഈ വീഡിയോ കണ്ട് സഹായകമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വിവിധ സർക്കാർ പദ്ധതികളും വായ്പ വിവരങ്ങളും അറിയാൻ ബെൽ ഐക്കൺ അമർത്തി അറിയിപ്പുകൾ ലഭിക്കൂ.